ദിലീപ് എവിടെ പോയാലും ഇളയ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ച് ചോദിക്കുന്ന പതിവ് പ്രേക്ഷകർക്കുണ്ട്. പണ്ടൊക്കെ മീനാക്ഷിയെക്കുറിച്ചാണ് ചോദിക്കാറെങ്കിലും ഇപ്പോൾ കൂടുതലും മഹാലക്ഷ്മിയെക്കുറിച്ച് അറിയുന്ന വാർത്തകൾക്കാണ് താല്പര്യം. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മി കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞത് ദിലീപ് എടുത്തു പറയുന്നത്. നമുക്കിപ്പോൾ അവളുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അപ്പോൾ മറ്റൊരാളടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കാവ്യ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അച്ഛാ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ പറയും. അത് കാവ്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാവ്യയും കാവ്യയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവൾ ഓടി വന്ന് എന്നോട് പറയും. തിരിച്ചും സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാകള്ളിയാണ്. ഞാൻ മറ്റുള്ള സിനിമകളിൽ വേറെ നായികമാരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടാൽ കാവ്യ നോക്കി പറയും അമ്മയെ അച്ഛന് ഇഷ്ടമല്ല എന്ന്, അച്ഛന് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെ അവൾ പറയുകയെന്ന് എങ്ങനെയാണ് പഠിച്ചതെന്ന് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ കൃത്യമായി ഓരോ വാർത്തകൾ പ്രതികരിക്കുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് കാണാപാഠമായിരിക്കുന്നത്. മഹാലക്ഷ്മി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായതും ഇത്തരത്തിൽ ദിലീപ് ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും താരപുത്രിയായ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയാൻ ദിലീപിന് ഒരു മടിയും ഇല്ല. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ മറുപടിയുമായി ദിലീപ് എത്താറുണ്ട്. ഒരിക്കൽ പോലും മകളുടെ കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. പ്രേക്ഷകർക്കെല്ലാം അവളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നതെന്ന് കരുതി തന്നെ ദിലീപ് അതിന് ഉത്തരങ്ങൾ പറയാറുണ്ട്. സ്വാഭാവികമായും എല്ലാവർക്കും തോന്നുന്നൊരു ചോദ്യം തന്നെയാണിത്, എന്തിനാണ് മകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന്. എന്നാൽ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ ദിലീപിനൊരു സന്തോഷമാണ്. കുറുമ്പത്തി കുട്ടിയാണ് മഹാലക്ഷ്മി എന്ന് പൊതുവെ ദിലീപ് പറയാറുണ്ട്. പ്രേക്ഷകരെല്ലാവരും എന്നോട് മഹാലക്ഷ്മിയെക്കുറിച്ചാണ് ചോദിക്കാറുള്ളത്. മീനാക്ഷിയായിരുന്നു പണ്ടെല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ്, കുട്ടികളോടൊരു ഇഷ്ടം വരുമല്ലോ. പ്രത്യേകിച്ച് ഇവളിങ്ങനെ മാധ്യമങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുകയാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും അതൊരു കൗതുകമായിരിക്കും. അങ്ങനെ എല്ലാവരും എന്നോട് മാമാട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അത് എല്ലാവരുടെയും ഇഷ്ടം കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകാറുണ്ട്. എല്ലാവർക്കും മാമാട്ടിയെ ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ എനിക്കും സന്തോഷമാണുള്ളത്. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവളുടെ കാര്യങ്ങൾ പോലും എനിക്കിഷ്ടമല്ലാത്തവർ തിരക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. അതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വിഷമമില്ല. മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇനിയും മക്കളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ പറയാൻ തയ്യാറാണ്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ ഉറപ്പിച്ചെന്നുണ്ട്. മഹാലക്ഷ്മിയെക്കുറിച്ച് എനിക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ മീനുട്ടിയെക്കുറിച്ച് എനിക്ക് അധിക കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അവളിപ്പോൾ വലിയ കുട്ടിയായി കഴിഞ്ഞു, മറ്റൊരു വ്യക്തിയായി കഴിഞ്ഞു. കുറുമ്പൊക്കെ മാറി ഇപ്പോൾ വലിയ ഒരു പ്രായപൂർത്തിയായ പെണ്ണാണ്. അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ചിലതൊക്കെ പുറത്ത് പറയാൻ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇളയത് അങ്ങനെ അല്ലല്ലോ. അതിപ്പോൾ കുറുമ്പാണ്. എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു താരപുത്രിയെ തന്നെ മാറിയിട്ടുണ്ട് മഹാലക്ഷ്മി എന്ന് ദിലീപിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എത്ര മഹാലക്ഷ്മിയെക്കുറിച്ച് ചോദിച്ചാലും ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു മടുപ്പും ഇല്ലാതെ എല്ലാത്തിനും ഉത്തരം നൽകുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മഹാലക്ഷ്മി എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നതും വളരെ രസകരമായിട്ട് തന്നെയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.